ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന റെസിപ്പി ചിക്കൻ കബാബാണ്. അപ്പോൾ ഇതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ടീസ്പൂൺ അളവിലാണ് എടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി ഇതൊരു 4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ മല്ലിപ്പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, ഗരം മസാലപ്പൊടി 1 ടീസ്പൂണ്, കുരുമുളക് പൊടി 1 ടീസ്പൂണ്, ഉപ്പ് 1/2 ടീസ്പൂണ്, അതുപോലെ കസ്തൂരി മെത്തി അത് 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണ്, കോൺഫ്ലവർ അതൊരു 5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ മൈദ 2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ചെറിയ അളവിലുള്ള സ്പൂണാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തൈരും പൊടിയൊക്കെ നമ്മൾ ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മുട്ടയാണ് ചേർത്തിട്ടുള്ളത്. നമ്മളിവിടെ എടുക്കുന്ന ചിക്കൻ്റെ അളവെന്ന് പറഞ്ഞാൽ 750 ഗ്രാമാണ്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസിലൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ അന്നേരം കഴുകിയെടുത്തിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ട് അതിനകത്ത് ഈർപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത്യാവശ്യം ചിക്കനിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ വെള്ളം ഇറങ്ങി വരും, അതുകൊണ്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. തൈരും അതുപോലെ നമ്മൾ മുട്ടയിനകത്ത് ചേർത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തിട്ട് അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് നമ്മൾ മാറ്റി വയ്ക്കാം. അരമണിക്കൂറിനേക്കാൾ അധികം വയ്ക്കുമെങ്കിൽ അത്രയും നല്ലതാണ്. മസാലയൊക്കെ നന്നായി പിടിച്ച് കിട്ടും. അതിനുശേഷം നമുക്കൊരു ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാൻ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് വറുത്തെടുക്കുന്നത്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം തീ കുറച്ച് വെച്ച് വേണം നമ്മൾ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാൻ. ഓരോ പീസുകളായിട്ട് ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. നമുക്ക് ഇവിടെ നല്ല മസാലയൊക്കെ കോട്ടിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നമ്മൾ തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ പെട്ടെന്ന് തന്നെ കരിയും, അതിൻ്റെ ഉൾവശം വേവത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീ കുറച്ച് തന്നെ വേവിക്കാം. അതുപോലെ ഇതൊരു 10 തൊട്ട് 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് കുക്കായി കിട്ടും. മാക്സിമം നമുക്ക് 15 മിനിറ്റ് മതി. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. കൂടുതൽ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.